ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിതോടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ കോളേജിലെ മോണ്ടിസോറി TTC കുട്ടികളുടെ വക ഒരു നോമ്പ് തുറ ഉണ്ടായിരുന്നു. നമ്മൾ കുട്ടികളും ടീച്ചേഴ്സുമായിട്ട് സെറ്റാക്കിയിട്ടുള്ളൊരു നോമ്പ് തുറയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ഇതാ കുട്ടികൾ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്നാക്ക് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു പണിയിലാണ് എല്ലാവരും. നല്ലൊരു രസമായിരുന്നു കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം സെറ്റാക്കുമ്പോൾ അവരായിട്ടിങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ നല്ലൊരു രസം തന്നെയായിരുന്നു. പിന്നെ എന്താ പറയുക, ഇതിലിപ്പോൾ പലരും പല വീട്ടിൽ നിന്നാണല്ലോ വരുന്നത്, പല സാഹചര്യങ്ങളാവും. പക്ഷേ ഒന്നിച്ചിങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഒരു പ്രത്യേകിച്ചൊരു നോമ്പിൻ്റെ ഒരു ഇഫ്താറിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു രസം തന്നെയാണുള്ളത്. അപ്പോൾ അങ്ങനെ നല്ലൊരു അടിപൊളി വൈബായിരുന്നു. അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഇങ്ങനെ കളിച്ച് ഉല്ലസിച്ച് പണികളെല്ലാം പെട്ടെന്ന് തീർക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ടൈം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സാധാരണഗതിയിൽ വീട്ടിൽ ഒരു നോമ്പ് തുറ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യുക, നമുക്കന്ന് എന്താ പറയുക, ഫുൾ ബിസി ആവുമല്ലോ നമ്മൾ. നമ്മുടെ എന്താ പറയുക, പണികളൊക്കെ തീർക്കാനും പിന്നെ അതേപോലെ തന്നെ വീട് നല്ല വൃത്തിയിൽ സെറ്റാക്കാനും അങ്ങനെയുള്ള കുറച്ച് പെടാപ്പേടുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ആണെങ്കിലും നമ്മൾ ഒന്നിച്ചിട്ട് എന്ത് ചെയ്യാണ്, നല്ല നീറ്റായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ തന്നെ നല്ല കുക്കിംഗ് അറിയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ചില സ്നാക്കൊക്കെ അവർ തന്നെ സ്വയം ഉണ്ടാക്കിയതാണ്, പേരൻസ് ഒന്നുമല്ല. അപ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റായിട്ട് തന്നെ ഒരുപാട് നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ സ്നാക്ക് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യണം, താഴത്തെ ക്ലാസ്സിലോട്ട് മാറ്റേണ്ടതുണ്ട്, ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ടൈമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ സ്റ്റാഫ് എല്ലാവരും പിന്നെ അതേപോലെ തന്നെ കുട്ടികളൊക്കെ നോമ്പ് തുറക്കായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ മാഷാ അല്ലാഹ് എല്ലാവരും വിചാരിച്ചതിനേക്കാൾ കൂടുതൽ എല്ലാ കാര്യങ്ങളും റാഹത്തായി. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ ഇപ്പോൾ ദാ ഇതിനിടയിൽ മുകളിലത്തെ ക്ലാസ്സിൽ പോയിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ അന്നത്തെ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റുള്ള ബിരിയാണി തന്നെയായിരുന്നു. നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം പെട്ടെന്ന് ഫുഡൊന്നും കഴിക്കില്ലല്ലോ. പക്ഷേ ഇത് കുട്ടികൾക്ക് നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ സെറ്റാക്കി. പിന്നെ ഇതാ എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മളെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട് സലാഡായിരുന്നു. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ഒന്ന് ഐസ്ക്രീമും മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഒരു കോമഡി പറയാനുള്ളത്, ഐസ്ക്രീം മെൽറ്റ് ആവാനായിട്ട് കുറച്ച് ടൈം എടുത്തു എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ കൂടെ നോമ്പ് തുറക്കാനായിട്ട് വീട്ടിൽ നിന്ന് എൻ്റെ ബ്രദറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു വിശേഷങ്ങൾ. അപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു വ്ളോഗ് എന്നുള്ള രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഏതെങ്കിലും പുതിയ കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.